ഭാരതീയ ജനതാ പാർട്ടി രാജ്യത്ത് സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടി തന്നെ ഭരണഘടനാ സംരക്ഷണം നടത്താൻ പ്രതിബദ്ധരാണ് എന്ന് വ്യക്തമാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മുടെ രാജ്യം നിൽക്കുന്നത്. സീനിയോറിറ്റി മറികടന്നുകൊണ്ട് ഇന്ദിരാഗാന്ധി പുതിയ ചീഫ് ജസ്റ്റിസിനെ നിയമിച്ചതിൽ നിന്നാണ് ഈ സംഭവങ്ങളുടെ മുഴുവൻ തുടക്കമുണ്ടാകുന്നത്. ഭരണഘടനാ മൂല്യങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യാൻ താൽപര്യമില്ലാത്ത മറ്റ് അവഗണിക്കപ്പെട്ട അല്ലെങ്കിൽ മറികടക്കപ്പെട്ട ജഡ്ജിമാർ അവർ രാജിവെച്ച് പ്രതിഷേധിച്ചു. അതിനുശേഷമാണ് തൊട്ടുപിറകെ റായ്ബറേലി തെരഞ്ഞെടുപ്പിന്റെ ഇന്ദിരാഗാന്ധിയുടെ വിജയം ശ്രീ രാജ്നാരായണൻ നൽകിയ തെരഞ്ഞെടുപ്പ് ഹർജി അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ചില ആളുകളുടെ സഹായത്തോടുകൂടിയാണ് ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പിൽ വിജയം കൈവരിച്ചത്. ഈ തീരുമാനമെടുക്കുന്നത് ഒരു സർക്കാരല്ല, ഈ തീരുമാനമെടുക്കുന്നത് ഭരണഘടന അനുസൃതമായിട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള സംവിധാനമായിട്ടുള്ള ധനകാര്യ കമ്മീഷനാണ്. അഭിഭാഷകരെ ആദരിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ പരിപാടി ഭരണഘടനാ സംരക്ഷണ ദിനം എന്നുള്ള പേരിൽ നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ള ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്ന ലീഗൽ സെല്ലിന്റെ കൺവീനർ അഡ്വക്കേറ്റ് PS സനിമോൻ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള നമുക്ക് ഏവർക്കും പ്രിയങ്കരനായിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള ശ്രീ രാജേട്ടൻ, അഡ്വക്കേറ്റ് ശ്രീ ഗോപാലകൃഷ്ണൻ നായർ അവർ, അഡ്വക്കേറ്റ് CR സുധീഷ്, ശ്രീ രഞ്ജിത് ചന്ദ്രൻ, VV രാജേഷ് എത്തിച്ചേരും, ശ്രീ P സന്തോഷ് കുമാർ, ശ്രീ RS രാജീവ്, ഡാനി J പോൾ, അനിൽ, ശ്രീ രാജ്മോഹൻ, GS പ്രകാശ്, KR ഹരിദാസ് ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമൊക്കെയുള്ള മുഴുവൻ ആളുകൾക്കും എന്റെ നമസ്കാരം. ഇന്ന് വാസ്തവത്തിൽ ഈ പരിപാടിയിൽ ബഹുമാന്യനായിട്ടുള്ള രാജേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പറഞ്ഞ കാറ്റഗറിയിൽപ്പെടുന്ന വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്. കാരണം അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ അന്നത്തെ ഭാരതീയ ജനസംഘത്തിന്റെ നേതൃനിരയിലുണ്ടായിരുന്ന ആളുകളുടെ എന്നുള്ള നിലയിൽ അതിൽ സജീവമായിട്ട് പങ്കെടുക്കുകയും അതിന് പീഡനങ്ങൾക്ക് ഇരയാവുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ രാജേട്ടനെ ആദരിച്ചുകൊണ്ട് ആണ് ഈ പരിപാടി തുടങ്ങേണ്ടിയിരുന്നത്. എങ്കിലും ഈ ഉദ്ഘാടകന്റെ സമയത്തിന്റെ കണക്ക് വെച്ചിട്ടാണ് ഉദ്ഘാടകനെ പ്രസംഗിക്കാൻ ആദ്യം വിളിച്ചിരിക്കുന്നത്. നേരത്തെ എന്നോട് ഈ പരിപാടി പറഞ്ഞപ്പോ 3 മണിയാണ് പറഞ്ഞിരുന്നത്, 3:30 മണിക്ക് തുടങ്ങും എന്നുള്ളൊരു കണക്കൂട്ടലായിരുന്നു. അപ്പോൾ 4:30 മണിയാവുമ്പോൾ ഏതാണ്ട് പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ എനിക്കൊരു 5:30 മണിയോടുകൂടി വർക്കലയിൽ എത്താൻ സാധിക്കുമെന്നുള്ളൊരു കണക്കൂട്ടലിൽ ഞാൻ 5:30 മണിക്ക് വർക്കലയിൽ മറ്റൊരു പരിപാടിയായിരുന്നതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ സംസാരിച്ച് എനിക്ക് നേരത്തെ പോകാനുള്ളൊരു അനുവാദം തരണം എന്ന് സംഘാടകരോട് സമ്മതിപ്പിച്ചതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ സംസാരിക്കുന്നത്. എന്തായാലും ഈ ഭരണഘടനാ സംരക്ഷണ സദസ്സ് എന്നുള്ള പേരിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി രാജ്യത്ത് സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടി തന്നെ ഭരണഘടനാ സംരക്ഷണം നടത്താൻ പ്രതിബദ്ധരാണ് എന്ന് വ്യക്തമാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മുടെ രാജ്യം നിൽക്കുന്നത്. ഭരണഘടനാ നിയമങ്ങൾ, നമ്മുടെ രാജ്യത്തിലെ നിയമവ്യവസ്ഥ, ഇതെല്ലാം തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്ന സാഹചര്യത്തിലാണ് അതിന്റെ ഓർമ്മ പുതുക്കാൻ വേണ്ടി
ജൂൺ മാസം 26-ാം തീയതി സംവിധാൻ ഹത്യാ ദിവസ് എന്നുള്ള നിലയിൽ ആചരിക്കാൻ ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ആഹ്വാനം ചെയ്തു. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ നാട്ടിലെ നിയമവ്യവസ്ഥ സംരക്ഷിക്കാനും ഭരണഘടന സംരക്ഷിക്കാനുമൊക്കെയായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരായിട്ടുള്ള അഭിഭാഷക സമൂഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളെ കുറിച്ചുകൂടി സൂചിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന് മുൻപ് കോളനി വാഴ്ചയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം, ആ പോരാട്ടം നയിച്ചവരിൽ നല്ലൊരു പങ്ക് അഭിഭാഷകരായിരുന്നു. ഗാന്ധിജി തൊട്ട് രാജഗോപാലാചാരി വരെയും മദൻ മോഹൻ മാളവ്യയും സർദാർ പട്ടേലും തൊട്ടുള്ള മുഴുവൻ ആളുകളും, അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള ഒരു അഭിഭാഷകരുടെ ഒരു നിര, ആ നിരയാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള സമരത്തിന് നേതൃത്വം നൽകി. സ്വാതന്ത്ര്യത്തിന് ശേഷം ഭരണഘടനാ സംരക്ഷണത്തിനായിട്ട് അഭിഭാഷക സമൂഹം നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളതാണ് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ നടന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആത്മാവിനെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളാണ് ആ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നടപ്പിലാക്കിയത്. പൌരാവകാശങ്ങളെ പൂർണ്ണമായും അട്ടിമറിച്ചുകൊണ്ടും മാധ്യമങ്ങളുടെ വായ മൂടിക്കെട്ടിക്കൊണ്ടും നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ ഏതാണ്ട് 50 കൊല്ലം ആവുന്നു. ആ 50 കൊല്ലം ആവുന്ന ഈ ഘട്ടത്തിൽ ഒരുപക്ഷെ ഈ കൂട്ടത്തിൽ തന്നെ പലർക്കും വായിച്ചറിവുള്ള മാത്രം കാര്യങ്ങളായിരിക്കും. അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ അത് ഒരിക്കൽ കൂടി പറയേണ്ട ആവശ്യകത, ആ ആവശ്യകത ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ്. ജുഡീഷ്യറിയുടെ അധികാരം പരിമിതപ്പെടുത്തുകയും ജുഡീഷ്യൽ റിവ്യൂവിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തുകൊണ്ടാണ് അന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത്. ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ മാറ്റം വരുത്താൻ പാടില്ല എന്നുള്ള കേശവാനന്ദ ഭാരതി കേസിലെ ഭരണഘടനാ ബെഞ്ചിന്റെ ഉത്തരവ്, ആ ഉത്തരവ് പോലും അട്ടിമറിക്കപ്പെട്ടു. കോടതിയുമായിട്ട് ഇന്ദിരാഗാന്ധിക്കുണ്ടായിരുന്ന വഴക്കാണ് അവസാനം അടിയന്തരാവസ്ഥയിൽ എത്തിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കേശവാനന്ദ ഭാരതി കേസിലെ സുപ്രധാനമായിട്ടുള്ള വിധി പുറപ്പെടുവിച്ചതിന്റെ പേരിൽ, അതായത് സർക്കാരിന്റെ താൽപര്യത്തിനെതിരായിട്ടുള്ള വിധിയുടെ പശ്ചാത്തലത്തിൽ സീനിയോറിറ്റി മറികടന്നുകൊണ്ട് ഇന്ദിരാഗാന്ധി പുതിയ ചീഫ് ജസ്റ്റിസിനെ നിയമിച്ചതിൽ നിന്നാണ് ഈ സംഭവങ്ങളുടെ മുഴുവൻ തുടക്കമുണ്ടാകുന്നത്. ചീഫ് ജസ്റ്റിസായിട്ട് അന്ന് നിയമിച്ച ആളായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും വിശ്വസ്തനായിരുന്ന, ബംഗാളിലെ മുഖ്യമന്ത്രിയായിരുന്ന സിദ്ധാർത്ഥ ശങ്കർ റേയുടെ ബന്ധുവായിട്ടുള്ള ജസ്റ്റിസ് A.N. റേ. ആ A.N. റേയെ നിയമിച്ചുകൊണ്ട്, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായിട്ട് നിയമിച്ചുകൊണ്ട് അതുവരെയുള്ള എല്ലാ കീഴ്വഴക്കങ്ങളും, ആ കീഴ്വഴക്കങ്ങൾ മുഴുവൻ ലംഘിച്ചുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി കേശവാനന്ദ ഭാരതി കേസിലെ വിധിക്ക് കൂട്ടുനിന്ന ആളുകൾക്കോടുള്ള പ്രതികാരം തീർന്നത്. ഭരണഘടനാ മൂല്യങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യാൻ താൽപര്യമില്ലാത്ത മറ്റ് അവഗണിക്കപ്പെട്ട അല്ലെങ്കിൽ മറികടക്കപ്പെട്ട ജഡ്ജിമാർ അവർ രാജിവെച്ച് പ്രതിഷേധിച്ചു. അതിനുശേഷമാണ് തൊട്ടുപിറകെ റായ്ബറേലി തെരഞ്ഞെടുപ്പിന്റെ ഇന്ദിരാഗാന്ധിയുടെ വിജയം ശ്രീ രാജ്നാരായണൻ നൽകിയ തെരഞ്ഞെടുപ്പ് ഹർജി അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ചില ആളുകളുടെ സഹായത്തോടുകൂടിയാണ് ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പിൽ വിജയം കൈവരിച്ചത്, ഒരർത്ഥത്തിൽ അധികാര ദുർവിനിയോഗമാണ് നടത്തിയത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അലഹബാദ് ഹൈക്കോടതി ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുക എന്നുള്ള തീരുമാനമെടുത്തതിന് ശേഷം അതോടുകൂടിയാണ്, അതിന്റെ തൊട്ടടുത്തുള്ള ദിവസങ്ങളിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുന്നത്. അഴിമതിയും സ്വജനപക്ഷപാതവും ചോദ്യം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഭരണഘടനയെ അട്ടിമറിക്കാൻ തന്നെ ഇന്ദിരാഗാന്ധിയെ പ്രേരിപ്പിച്ചത്. ഇന്നും ഇന്ദിരാഗാന്ധിയുടെ പിന്മുറക്കാരായിട്ടുള്ള ആളുകൾ അഴിമതിയും സ്വജനപക്ഷപാതവും മുഖമുദ്രയായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം. മാത്രമല്ല, സാധാരണ ജനങ്ങളുടെ അവകാശങ്ങൾ മാത്രമല്ല, ഭരണഘടനാ പ്രകാരമുള്ള അവകാശങ്ങൾക്കായിട്ട് എത്തുന്ന ഹർജികൾ പോലും
പരിഗണിക്കാൻ ജുഡീഷ്യറിക്ക് അനുമതി നിഷേധിക്കപ്പെട്ടിരുന്നു. അന്നത്തെ ബാർ കൌൺസിൽ അധ്യക്ഷനും പിന്നീട് ശ്രീ അടൽ ബിഹാരി വാജ്പേയിയുടെ മന്ത്രിസഭയിൽ അംഗവുമായിരുന്ന ശ്രീ റാം ജഠ്മലാനി അദ്ദേഹം അടിയന്തരാവസ്ഥയെ ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും ഒക്കെ ഭരണത്തോടാണ് ഉപമിച്ചത്. അന്നത്തെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഫാലി എസ് നരിമാൻ അദ്ദേഹം ഈ തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട്, ഇന്ദിരാഗാന്ധിയുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് അഡീഷണൽ സോളിസിറ്റർ പദവി രാജിവെച്ചു. പിന്നീട് ഒരു ലേഖനത്തിൽ അടിയന്തരാവസ്ഥ സൃഷ്ടിച്ച ഭീതിയെക്കുറിച്ച് നരിമാൻ തന്നെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. സുപ്രീം കോടതി ഏതാണ്ട് ഇന്ദിരാഗാന്ധിക്ക് വഴങ്ങി നിൽക്കുന്ന, ഇന്ദിരാഗാന്ധിയുടെ ഉത്തരവുകൾ, നിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയപ്പോഴും നിരവധി ഹൈക്കോടതികൾ ഹൈക്കോടതിയിലെ ജഡ്ജിമാർ അതിനെതിരായിട്ട് പോരാടി നിന്നു. അതിന്റെ ശിക്ഷയും നിരവധി ജഡ്ജിമാർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. നിരവധി ആ 2 വർഷക്കാലത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള സ്ഥലമാറ്റങ്ങൾ, ഹൈക്കോടതി ജഡ്ജിമാരുടെ സ്ഥലമാറ്റങ്ങൾ, ആ സ്ഥലമാറ്റങ്ങൾ ഒരുപക്ഷെ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ ഇന്നുവരെ ഇത്രയധികം സ്ഥലമാറ്റങ്ങൾ നടന്നിട്ടുണ്ടാവുക. മാധ്യമപ്രവർത്തകനായിരുന്ന കുൽദീപ് നയ്യാരുടെ അറസ്റ്റിനെതിരെ ഉത്തരവിട്ട ഡൽഹി ഹൈക്കോടതി ജഡ്ജി ഉൾപ്പെടെ ഉടൻ സ്ഥലമാറ്റപ്പെടും. നിയമവിരുദ്ധമായിട്ടുള്ള അറസ്റ്റുകൾക്കെതിരെ ഉത്തരവിട്ട എല്ലാ ന്യായാധിപന്മാരും ആ ന്യായാധിപന്മാർക്ക് പലതരത്തിലുള്ള പീഡനങ്ങൾ നേരിടേണ്ടി വന്നു. ഏതാണ്ട് 70-ലധികം ഹൈക്കോടതി ജഡ്ജിമാരെയാണ് ആ ഏതാണ്ട് 19 മാസക്കാലത്തെ ആ കാലഘട്ടത്തിനിടയിൽ സ്ഥലം മാറ്റിയത് എന്നാണ് രേഖകൾ സൂചിപ്പിക്കുന്നത്. ഈ അടുത്ത കാലത്ത് നമ്മുടെ ഇപ്പോഴത്തെ സോളിസിറ്റർ ജനറൽ ശ്രീ തുഷാർ മേത്ത അദ്ദേഹം പറഞ്ഞത്, സർക്കാർ പറയുന്ന സ്ഥലമാറ്റ ഉത്തരവുകളിലെല്ലാം അന്നത്തെ ചീഫ് ജസ്റ്റിസ് ഒപ്പിടുമായിരുന്നു എന്നാണ്. അഭിഭാഷകരെ തന്നെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്ത നിരവധി സംഭവങ്ങൾ, അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ട് പ്രതികരിച്ചതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത സംഭവങ്ങളുണ്ടായി. നമ്മുടെ മീനാക്ഷി ലേഖിയുടെ അച്ഛനായിട്ടുള്ള ശ്രീ PN ലേഖി ഉൾപ്പെടെയുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളെ അടക്കം അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഭരണഘടനാ മൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് എക്കാലത്തും നിലകൊണ്ട വളരെ സുധീരമായിട്ടുള്ള നിലപാടെടുത്ത ഒരാളായിരുന്നു ശ്രീ PN ലേഖി. അതുകൊണ്ടാണ് പിന്നീട് അദ്ദേഹം സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നപ്പോൾ ആ സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെതിരായിട്ടും അദ്ദേഹം കോടതിയിൽ നിലപാടെടുത്തത്. ഒരു പ്രത്യേക മതവിഭാഗത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പരിഗണന, പ്രത്യേക പരിഗണന, കൂടുതൽ പരിഗണന നൽകുന്നത് ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മതനിരപേക്ഷതയ്ക്കെതിരാവും എന്ന് അദ്ദേഹം വാദിച്ചു. അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഭരണഘടന ചവിട്ടി അരക്കപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടം, ആ കാലഘട്ടം ആയിരുന്നു അടിയന്തരാവസ്ഥ. ഇപ്പോ അതേ ഇന്ദിരാഗാന്ധിയുടെ ചെറുമകൻ എന്തിനും ഏതിനും ഭരണഘടനയുടെ കോപ്പി എടുത്ത് ആളുകളെ കാണിക്കുന്നത് കാണുമ്പോൾ ഈ ചരിത്രമെല്ലാം അറിയുന്ന ആളുകൾക്ക് ഒരു ഏറ്റവും അപഹാസ്യമായിട്ടുള്ള, ഏറ്റവും വികൃതമായിട്ടുള്ള ഒരു പ്രകടനമായിട്ടാണ് തോന്നുന്നത്. കാരണം ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ പലരും ഈ 75-77 കാലഘട്ടത്തിലെ കാര്യങ്ങളൊന്നും അറിയുന്നവരായിരുന്നു. എനിക്ക് തന്നെ ഓർമ്മയുള്ളത് ഞാൻ അന്ന് പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലമാണ്. പക്ഷേ പത്രം വായിക്കുന്ന ശീലം സ്കൂൾ പഠിക്കുന്ന കാലം തൊട്ടുള്ളതുകൊണ്ട് ഒരുപക്ഷെ ഒരു 4ാം ക്ലാസ് മുതൽ ഞാൻ പത്രം വായിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അടിയന്തരാവസ്ഥ കാലത്തെ മാധ്യമങ്ങളുടെ നിലപാടുകളും അടിയന്തരാവസ്ഥ കാലത്ത് നടന്നിട്ടുള്ള സമരങ്ങളും ആ കാലത്ത് അടിയന്തരാവസ്ഥക്കെതിരായിട്ട് നടന്നിട്ടുള്ള ചെറുത്തുനിൽപ്പുകളെ കുറിച്ചിട്ടുള്ള വാർത്തകൾ ഒരർത്ഥത്തിൽ നിരോധിക്കപ്പെട്ട തരത്തിലുള്ള മാർഗങ്ങളിലൂടെ എല്ലാവരിലും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും ഇതെല്ലാം അറിയുന്ന ഒരാൾക്ക് ഈ പാർലമെന്റിലെ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് കാണിക്കുന്ന വൈകൃതം, ആ വൈകൃതം എന്നേ എനിക്കതിനെ ആ നടപടിയെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇന്നിപ്പോ ചിലരൊക്കെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്ന് പ്രസംഗിച്ച് നടക്കുന്നത് കേൾക്കാറുണ്ട്. അവർ ശരിക്കുള്ള അടിയന്തരാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാത്തവരാണ്. ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം ഇപ്പോഴത്തെ സാഹചര്യം നോക്കുന്നു. എത്രയോ കേസുകളിൽ കേന്ദ്ര സർക്കാരിനെതിരായിട്ട് സുപ്രീം കോടതിയും ഹൈക്കോടതികളും വിധി പുറപ്പെടുവിക്കുന്നു. അതിന്റെ പേരിൽ ഒരു ജഡ്ജിയും ഇതുവരെ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടിട്ടില്ല.
ഒരു ജഡ്ജിയും സർക്കാരിന്റെ ഭീഷണിക്ക് വിധേയനായിട്ടില്ല. സുപ്രീം കോടതി ജഡ്ജിമാർ വാർത്താ സമ്മേളനം നടത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ സ്വതന്ത്ര ഇന്ത്യയുടെ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ ഇന്നുവരെ സുപ്രീം കോടതി ജഡ്ജിമാർ വാർത്താ സമ്മേളനം നടത്തി വ്യംഗ്യമായിട്ടാണെങ്കിലും സർക്കാരിനെതിരായിട്ട് വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടായി. പക്ഷെ എന്നിട്ട് പ്രചരിപ്പിക്കപ്പെടുന്നത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണെന്നുള്ളത്. അടിയന്തരാവസ്ഥയിൽ നടന്നത് എന്താണ് എന്നുകൂടി അറിയുമ്പോഴാണ് സുപ്രീം കോടതി ജഡ്ജിമാർ വാർത്താ സമ്മേളനം നടത്തുന്ന കാലഘട്ടത്തെക്കുറിച്ച് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ആളുകൾ, ആ പറയുന്നവർക്ക് എത്രമാത്രം അത് പറയാനുള്ള അവകാശമുണ്ട്, ആ പറയുന്നതിന് എന്ത് അർത്ഥമുണ്ട് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നമ്മുടെ രാജ്യത്തെ സ്വതന്ത്രമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥയുടെ നീതിന്യായ സംവിധാനം, ആ സംവിധാനമാണ് ഭരണഘടനയുടെ കരുത്ത് ഒട്ടും തന്നെ ചോർന്നിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ്. കാരണം ഒരു ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ലോകത്തിലെ അധികം രാജ്യങ്ങളിലൊന്നും ഇല്ലാത്തതാണ്. ലോകത്തിലെ നിരവധി രാജ്യങ്ങളിൽ, ഞാൻ ഏതാണ്ട് 10-40 രാജ്യങ്ങൾ സന്ദർശിച്ചതുകൊണ്ട് എനിക്കറിയാം, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്ന് പറയുന്നത് വളരെ വളരെ വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് ആ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി സർക്കാരിന്റെ താൽപര്യങ്ങൾക്കും സർക്കാരിന്റെ നിലപാടുകൾക്കും എതിരായിട്ടടക്കം തീരുമാനമെടുക്കാൻ അധികാരവും ശേഷിയുമുള്ള ഒരു ജുഡീഷ്യറി, ആ ജുഡീഷ്യറി നിലനിൽക്കുമ്പോൾ ഈ നടക്കുന്ന അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന പ്രചരണങ്ങൾ, ആ പ്രചരണങ്ങളുടെ ഉദ്ദേശശുദ്ധി തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. മാത്രമല്ല അന്വേഷണ ഏജൻസികൾ, ആ അന്വേഷണ ഏജൻസികൾ ഇന്ന് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്നു. കാരണം മുൻപ് സുപ്രീം കോടതി തന്നെ CBIയെ കുറിച്ച് വിശേഷിപ്പിച്ചത് കൂട്ടിലടച്ച തത്ത എന്നാണ്. ഇന്ന് CBIയെ കുറിച്ചോ അതുപോലെയുള്ള അന്വേഷണ ഏജൻസികളെ കുറിച്ചോ ഒന്നും തന്നെ ആ തരത്തിലുള്ള ഒരു പരാമർശവും ഒരു നീതിന്യായ സംവിധാനത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവില്ല. ഭരണഘടനാ സംരക്ഷണം എന്ന് പറയുന്ന ആളുകൾ, ആ ആളുകൾ തന്നെ നമ്മുടെ ഏജൻസികൾ മുഖം നോക്കാതെ നടപടിയെടുക്കാൻ തുടങ്ങിയപ്പോ അതിനെതിരായിട്ടും അവര് രംഗത്ത് വന്നിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നതിനെ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയക്കുന്നതിനെ കോടതിയിൽ ചോദ്യം ചെയ്ത് പരാജയപ്പെട്ടതിന് ശേഷവും നിങ്ങൾ എത്ര പേര് പാർലമെന്റിലെ നടപടികൾ കാണാറുണ്ടെന്ന് എനിക്കറിയില്ല. പാർലമെന്റിലെ നടപടികളിൽ അവിടെ നടത്തുന്ന പ്രസംഗങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ സാധാരണ തെരുവുകളിൽ നിരക്ഷരരായിട്ടുള്ള ആളുകളുടെ മുന്നിൽ അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തുന്നതിനേക്കാൾ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള രീതിയിലാണ് പാർലമെന്റിൽ നടത്തുന്ന പ്രസംഗം. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം 55 മണിക്കൂർ എന്നെ ചോദ്യം ചെയ്തു. 55 മണിക്കൂർ ചോദ്യം ചെയ്തു. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് ആണ്. ശ്രീ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നരേന്ദ്രമോദിയെ ചോദ്യം ചെയ്തിട്ടുണ്ട് ഏജൻസികൾ. നരേന്ദ്രമോദി ആ ചോദ്യം ചെയ്യലിന് വിധേയനായിട്ടുണ്ട്. നരേന്ദ്രമോദി പുറത്തു വന്നിട്ട് പറഞ്ഞിട്ടില്ല എന്നെ ചോദ്യം ചെയ്തു, ഭരണഘടന അപകടത്തിലായി. അപ്പൊ തന്നെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഭരണഘടന അപകടത്തിലാവുന്നു എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് തന്നെ ഭരണഘടന ഒരു കുടുംബത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നുള്ള തെറ്റിദ്ധാരണ, ആ തെറ്റിദ്ധാരണ പറയുന്ന ആൾക്കുള്ളതുകൊണ്ടാണ്. ഈ നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ അത്തരത്തിലുള്ള ഒരു വ്യാഖ്യാനം നൽകാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. മാത്രമല്ല ധനകാര്യ കമ്മീഷൻ കേരളത്തിൽ വരുന്ന ഏറ്റവും വലിയ പ്രചരണം എന്താ? കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ ഞെരുക്കിക്കൊല്ലും. എന്താ കാരണം? കേരളത്തിന് അനുവദിക്കപ്പെട്ട പണം ഇവിടെയുള്ള സർക്കാർ ആഗ്രഹിക്കുന്ന അത്ര വരുന്നില്ല എന്നുള്ളതുകൊണ്ട്. ആരാ തീരുമാനിക്കുന്നത്? ഈ തീരുമാനമെടുക്കുന്നത് ഒരു സർക്കാരല്ല. ഈ തീരുമാനമെടുക്കുന്നത് ഭരണഘടന അനുസൃതമായിട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള സംവിധാനമായിട്ടുള്ള ധനകാര്യ കമ്മീഷനാണ്. ആ ധനകാര്യ കമ്മീഷന്റെ മുൻപാകെ നൽകിയിട്ടുള്ള ശുപാർശകളും നിവേദനങ്ങളും ഒക്കെ പരിഗണിച്ചുകൊണ്ട് രാജ്യത്തിന് പൊതുവായിട്ടുണ്ടാക്കിയിട്ടുള്ള മാനദണ്ഡം, ആ മാനദണ്ഡം അനുസരിച്ച് ഓരോ സംസ്ഥാനത്തിനും ലഭിക്കേണ്ട വിഹിതം നൽകുമ്പോൾ അത്
പ്രതീക്ഷിച്ചത്ര ആവുന്നില്ല എന്ന് വരുമ്പോ ആ പ്രതീക്ഷിച്ചത്ര ആവാത്തതിനെതിരായിട്ട് ശബ്ദമുയർത്തുന്നത് മനസ്സിലാക്കാം. പക്ഷെ അതിന്റെ പേരിൽ നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ സംവിധാനങ്ങളുടെ തന്നെ വിലയിടിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിലാണ്. കഴിഞ്ഞ ദിവസം പാർലമെന്റിലെ ഒരു ചോദ്യോത്തര വേളയിൽ ഈ കഴിഞ്ഞ ദിവസം നീറ്റ് പരീക്ഷയെക്കുറിച്ചിട്ടുള്ള ചോദ്യം, ആ ചോദ്യത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം കേട്ടു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ പരീക്ഷാ സംവിധാനങ്ങളുടെ സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള നിലപാടുകളെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലായിരുന്നു. അദ്ദേഹം പറഞ്ഞത് രാജ്യത്തെ പരീക്ഷാ സംവിധാനങ്ങൾ പണക്കാരെ മാത്രം സഹായിക്കുന്ന ഒരു സംവിധാനമാണ്. ഈ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് നീതി ലഭിക്കാത്ത സംവിധാനമാണ് നീറ്റ് ഉൾപ്പെടെയുള്ള നിരവധി പരീക്ഷ. നമ്മുടെ പരീക്ഷാ സംവിധാനങ്ങളുടെ വിശ്വാസ്യത തകർന്നുപോയി എന്ന് പാർലമെന്റിൽ പറയുമ്പോൾ, കാരണം പാർലമെന്റിൽ പറയുന്ന ആർക്ക് ചോദ്യം ചെയ്യാൻ, നിങ്ങൾക്ക് കോടതിയിൽ പോയിട്ട് പാർലമെന്റിൽ നടത്തിയ പ്രസംഗം ചോദ്യം ചെയ്യാൻ, പാർലമെന്റിൽ നടത്തുന്ന പ്രസംഗം അവിടുത്തെ സ്പീക്കറോ അല്ലെങ്കിൽ ചെയർമാനോ അത് രേഖകളിൽ നീക്കം ചെയ്യും. പക്ഷെ ആ തരത്തിലുള്ള പ്രസംഗങ്ങൾ പാർലമെന്റിനകത്ത് നടത്തുന്ന ആളുകൾ പാർലമെന്റിന് പുറത്ത് ഇതേ പ്രസംഗം നടത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോ നമ്മുടെ വിവിധ ഏജൻസികൾ, ഭരണഘടനാ ഏജൻസികൾ മാത്രമല്ല, നമ്മുടെ സർവകലാശാലകൾ, നമ്മുടെ വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ഒക്കെ ക്ഷമത പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഏജൻസികൾ, ഇങ്ങനെയുള്ള ഏജൻസികളുടെ അടക്കം വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക്. കാരണം 3 തവണ പരാജയപ്പെട്ടപ്പോ ആ പരാജയത്തിന്റെ ഉത്തരവാദിയായിട്ട് അതുവരെ പറഞ്ഞിരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ്. കാരണം പരാജയം സംഭവിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീതിപൂർവകമായിട്ട് തെരഞ്ഞെടുപ്പ് നടത്താത്തത് കൊണ്ടാണ്. ഈ തവണ അതേതായാലും ഉണ്ടായി. ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി തന്നെ പറഞ്ഞതുപോലെ ബിജെപിയുടെ സീറ്റ് കുറച്ച് കുറഞ്ഞെങ്കിലും നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത വീണ്ടെടുക്കപ്പെട്ടുവെന്ന്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്രയും കാലം അത് ഒരു ചോദ്യചിഹ്നത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമായി. ആ സ്ഥിതിയിൽ നിന്ന് ഇത് മാറി. പക്ഷേ തനിക്ക് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത എല്ലാ കാര്യങ്ങളെയും ആ കാര്യങ്ങളെ എതിർക്കുന്നത് മനസ്സിലാക്കാം. പക്ഷെ ആ കാര്യങ്ങളെ മുഴുവൻ തന്നെ അതിന്റെ നിലനിൽപ്പിനെയും വിശ്വാസ്യതയെയും അടക്കം ചോദ്യം ചെയ്യുന്ന അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക്, ആ സാഹചര്യത്തിലേക്ക് രാജ്യം പോകുമ്പോൾ ചോദ്യം രാജ്യത്തെ ഭരിക്കുന്ന സർക്കാരിന്റേതല്ല. ആ ചോദ്യം രാജ്യത്തിന്റെ തന്നെ നിലനിൽപ്പിന്റെ മുന്നിലുള്ള വലിയ ചോദ്യമാണ്. ഒരു തരത്തിൽ അരാജകത്വം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മുടെ ചുറ്റുമുള്ള ചില രാജ്യങ്ങളിലൊക്കെ നടന്ന സംഭവങ്ങൾ നമുക്കറിയാം. ആ സംഭവങ്ങള് അങ്ങേയറ്റം ഭീതിജനകമായിട്ടുള്ള സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങളാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. കാരണം വിശ്വാസ്യത മുഴുവൻ തകർക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുക, തനിക്ക് നീതി ലഭിക്കാൻ എവിടെയും പോകാൻ സാധിക്കില്ല എന്ന് വന്നു കഴിഞ്ഞാൽ ഏതൊരാളും അവസാനം അനുവർത്തിക്കുന്ന സമീപനം എങ്കിൽ അരാജകത്വത്തിന് കൂട്ടുനിൽക്കുക എന്നുള്ളതിലേക്ക്. അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് രാജ്യത്തെ ജനങ്ങളെ തള്ളിവിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള ശ്രമം, ആ ശ്രമം ഈ പ്രചരണത്തിന്റെ പിന്നിലുണ്ടോ എന്ന് പലപ്പോഴും എനിക്ക് സംശയിച്ചിട്ടുണ്ട്. കാരണം അങ്ങനെയുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം, ആ ശ്രമം നടക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയൊരു ശ്രമത്തിലേക്ക് ഒരു വശത്ത് നിന്ന് നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ബോധവാന്മാരായിട്ടുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് അഭിഭാഷക സമൂഹത്തിന് വളരെ വലിയ പങ്കാണ്. ആ പങ്ക് നിർവഹിക്കാൻ, ആ ചുമതല നിർവഹിക്കാൻ ഇന്ന് ബിജെപിയുടെ ലീഗൽ സെൽ ഈ തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചു എന്നുള്ളത് ഏറ്റവും അഭിനന്ദനാർഹമായിട്ടുള്ള, ഏറ്റവും ശ്ലാഘനീയമായിട്ടുള്ള കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അത് കേവലം ഭരണഘടനയുടെ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലെ സംഭവങ്ങൾ മാത്രമായിട്ട് ചുരുക്കി നിർത്തേണ്ടതല്ല, പരിമിതപ്പെടുത്തേണ്ടതല്ല. പകരം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ, നമ്മുടെ രാജ്യത്തെ സംവിധാനങ്ങളെ, ആ സംവിധാനങ്ങളെ മുഴുവൻ, അതിന്റെ മുഴുവൻ വിശ്വാസ്യത തകർക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം നടക്കുന്ന പശ്ചാത്തലത്തിൽ ആ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത ഉയർത്തിപ്പിടിക്കാൻ, അതിനെക്കുറിച്ച് ജനങ്ങൾക്ക്
വിശ്വാസം ഉണ്ടാകുന്ന ഒരു സാഹചര്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന നമുക്കെല്ലാവർക്കും വലിയ ചുമതല വഹിക്കാനുണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും